ചിങ്ങരാശി. മകം, പൂരം, ഉത്രം ആദ്യത്തെ 15 നാഴിക. ഈ രാശിക്കാരുടെ ഗുണദോഷാനുഭവങ്ങൾ ഒന്ന് പറയാമോ? ഈ രാശിക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും ശുക്രനും നിൽക്കുന്നത് കൊണ്ട് വളരെയധികം പഠന പുരോഗതിയും ബൗദ്ധിക പുരോഗതിയും ധാരണാശക്തിയും മാർക്ക് കൂടുതലും കഴിവ് കൂടുതലും പ്രയത്ന കൂടുതലും പരിശ്രമ കൂടുതലും ഉണ്ടാകുന്നതുകൊണ്ടാവാം പഠനത്തിൽ മേൽക്കൈയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നല്ല മാർക്ക് വാങ്ങാനുള്ള സാഹചര്യമുണ്ട്. പഠനോത്സാഹം ഉണ്ടാവും കാര്യങ്ങളാണ്. എത്രയെല്ലാം കെയർലെസ് ആയിരുന്നാൽ പോലും ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് പഠിക്കണമെന്നുള്ള തോന്നലുകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ തോന്നലുകൾ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലതാണ്. ഇനി ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും എപ്പോഴും 1-2 തൊഴിലവസരങ്ങൾ ഇവരെ തേടി എത്തിയിരിക്കുന്നതാണ്. ഒരു ജോലിക്കാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിലും അല്ലെ ഒരു ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും ചിലപ്പം 1-2 തസ്തികകൾ കാണിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെ നിങ്ങൾക്ക് പ്രവേശിക്കാം എന്നുള്ള രീതിയിൽ ഉള്ള അവസരങ്ങൾ വരും. കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്കാണെങ്കിലും 2 അവസരങ്ങൾ വീതം വേണമെങ്കിലും വരും. 2 അവസരം എന്ന് പറഞ്ഞാൽ 2 ചാൻസ് വരും. ഏത് ചാൻസ് ആണെന്നുണ്ടെങ്കിലും അതിൽ വിജയിപ്പിച്ചോളുക എന്ന് മാത്രമേ ഉള്ളൂ. അവസരം വന്നില്ല എന്നുള്ള പരാതി വരികയില്ല. അവസരങ്ങൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ധാരാളമായിട്ട് കലാരംഗത്ത് നിൽക്കുന്നവർക്കും കായിക രംഗത്ത് നിൽക്കുന്നവർക്കും അതുപോലെ വിദേശത്തേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവർക്കും ചിലപ്പം 1 അതിലധികമോ ജോലി അവസരങ്ങൾ തേടിയെത്താവുന്നതാണ്. കൂടുതലും ഗുണദോഷ സമ്മിശ്രത്താൽ ഗുണാനുഭവങ്ങളാണ്. കുടുംബസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ദോഷങ്ങളുണ്ടാവും എന്നാണ് കാണുന്നത്. മാറി താമസിക്കുകയോ മാറി സഞ്ചരിക്കുകയോ മാറി തൊഴിൽ ചെയ്യുകയോ അല്ലെ ഒഴിഞ്ഞു മാറുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസരങ്ങളാണ് എവിടെയും. കുടുംബത്തിലും ഭരണതലത്തിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഒരു ഒഴിഞ്ഞു മാറ്റമോ ഒരു ഭരണമാറ്റമോ ഒരകന്നു നിൽപ്പോ ചെറുത്തു നിൽപ്പോ ഉണ്ടാകും. എങ്കിലും മാറി നിൽക്കുന്നിടത്തുനിന്ന് പ്രവർത്തന പുരോഗതികൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. പ്രവർത്തന ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും. പ്രവർത്തനത്തിൽ ലാഭവും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. നിൽക്കുന്ന രംഗങ്ങളിൽ അനുകൂലികൾ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും എവിടെയും ചിലപ്പം ഒരു മൗനമായ രീതിയിൽ ഒരു കുശൂശുപ്പുണ്ടാവും. എപ്പോഴും ഒരു പഴി കേൾക്കുക, എപ്പോഴും ഒരു കുറ്റം കേൾക്കുക, എപ്പോഴും ഒരു പഴിയാരുക. അതുപോലെ കുടുംബസ്ഥർക്ക് പുത്രപുത്രാദികളാൽ പത്നികളാൽ സ്വർണ്ണങ്ങളാൽ ഒക്കെ എന്തെങ്കിലും ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുക, സംഭാഷണങ്ങളിൽ എതിർപ്പുകൾ ഉണ്ടാകുക. ഇതെല്ലാം ഈ ഒരു വർഷം പ്രതീക്ഷിക്കേണ്ടതാണ്. ആയതിനാൽ കൂടുതലും ഈ നക്ഷത്രക്കാർക്ക് നവഗ്രഹ പുഷ്പാർച്ചന ചെയ്യുക. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പ്രബലമായ 2 ഗ്രഹങ്ങളെ സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു സമൂഹത്തിലാണെങ്കിലും ഒരു പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ഒരു തൊഴിൽ മേഖലയിലാണെങ്കിലും ജീവിതത്തിൽ ഈ രാശിയിൽപ്പെട്ടവർക്ക് എപ്പോഴും 2 പ്രബല ശക്തികളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു ചുമതല ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് രാഷ്ട്രീയ രംഗത്തോ കലാരംഗത്തോ കായിക രംഗത്തോ ഭരണതലത്തിലോ സാമൂഹിക തലത്തിലോ തൊഴിൽ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഉത്തരവാദിത്തപ്പെട്ട ബിസിനസ് മേഖലകളിലെ കുടുംബത്തിലെ അതുപോലെ തൊഴിൽ മേഖലകളിലെ എല്ലാ മേഖലകളിലും A to Z 2 പ്രമുഖ ശക്തികളെ പരസ്പര ആശയ വിദ്വേഷമുള്ള 2 വ്യക്തികളെ സമന്വയിപ്പിച്ച് മുന്നോട്ട് അന്വയിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു ചുമതല വന്നു ചേരുകയാണ് ഈ രാശിക്കാർ. എങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അവസരം. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും തങ്ങൾ എന്നും എതിരഭിപ്രായമാണെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഫീസ് കൊടുക്കുന്ന ആരാണ്? അച്ഛനും അമ്മയും ഉദ്യോഗമുള്ളവരാണ്, കാശുകാരാണ്. ഇവർക്ക് ഫീസ് കൊടുക്കണ്ടേ? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവും പോസിറ്റീവായിട്ട് നിൽക്കുക. ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇവർക്ക് വേണ്ട ഫുഡ് വേണ്ടേ? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക. അത് എന്ന് പറഞ്ഞ പോലെ ഇവരെ 2 പേരെയും കൂടെ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ കുട്ടികൾ എങ്ങനെ പാടുപെടുന്നു, അല്ലെങ്കിൽ 2 ഗുസ്തിക്കാരെ ഒരു റെഫറി എങ്ങനെ പാടുപെടുന്നു, ആരാണ് കുറ്റം ചെയ്തത്, കുറ്റം തിരുത്തി വീണ്ടും ഗോദായിലേക്ക് തിരുത്തുന്നു എന്ന് പറഞ്ഞ പോലെ അനുനയിപ്പിച്ചൊരു റെഫറി എങ്ങനെ കൊണ്ടുപോകുന്നു, അതുപോലെ കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം ജോലിയിലും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും കുടുംബസ്ഥം സാമൂഹ്യ പ്രവർത്തന രംഗത്തും കലാകായിക രംഗങ്ങളിലും A to Z എല്ലാ രംഗത്തും ഉണ്ടാവേണ്ടി വരും. 10ൽ വ്യാഴം പൊത്തിൽ ഒളിക്കും, പത്തിയടിക്കും, പാത്ത് നടക്കും, പതുങ്ങി നടക്കും, പഴികേക്കും എല്ലാ രംഗത്തും
ഒരു പഴി ഉറപ്പായിട്ടും ഉണ്ടാവും. കുടുംബസ്ഥർക്ക് പുത്രിക്ക് ക്ലേശം, പത്നിക്ക് ദുഃഖം, പുത്രന് ദുഃഖം, സ്ത്രീകളെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ ക്ലേശം, പൊന്നിൻ്റെ ദുഃഖം, പുത്രദുഃഖം ഇത്യാദികളും വരുന്നൊരു സമയമാണ്. അത് ഏത് രീതിയിലാണെങ്കിലും ഇവ നേരിടേണ്ടി വരും എന്നാണ്. സമന്വയിപ്പിച്ച് പോകാൻ നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പുഷ്പാഞ്ജലിയും ഐകമത്യ പുഷ്പാഞ്ജലികളും വ്യാഴത്തിനും ശുക്രനും നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ കാഠിന്യങ്ങൾ കുറയും. ഈ വർഷം അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാം. ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് ഉത്രട്ടാതി രേവതി വരുന്ന നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തിക ഇടപാട്, ആരോഗ്യരംഗങ്ങൾ, തൊഴിൽ മേഖല, കുടുംബം, സംഭാഷണം എന്നിത്യാദി എല്ലാ കാര്യങ്ങളിലും ഒരല്പം ഈശ്വരാധീനം കുറഞ്ഞ സമയങ്ങളായിരിക്കും. മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രം വരുന്ന ദിവസങ്ങൾ പൊതുവേ ആദായകരവും ഭാഗ്യകരവും സന്തോഷകരവും സാമ്പത്തിക ലബ്ധി ഉണ്ടാകുകയും തൊഴിൽ പുരോഗതിയും അർഹിക്കുന്ന അംഗീകാരവും വിശേഷ വ്യക്തികളുടെ സൗഹാർദ്ദവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഒന്ന് ആ ഡേറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ പരമാവധി കിട്ടാവുന്ന നല്ല ഗുണങ്ങളൊക്കെ മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ മകം, പൂരം, ഉത്രത്തിക്കാൽ ദിവസം വരുന്ന നക്ഷത്രം ഉണ്ടായിക്കൊണ്ടിരിക്കും.